നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ഹർജി ഓണം അവധിക്ക് ശേഷം പരിഗണിക്കും. കൊച്ചി. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഓണാവധിക്ക് ശേഷം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. അവധിക്കാല ബെഞ്ചിനു മുന്നിൽ ഇന്ന് ഹർജി വന്നെങ്കിലും ദേവസ്വം ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് കോടതി രേഖകൾ ചോദിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ അന്തിമ തീരുമാനം എടുത്തില്ലെന്നും യാതൊരു ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ മറുപടി നൽകി. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളെ അപമാനിച്ചെന്ന പരാതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കൊച്ചി. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളെ അപമാനിച്ചെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. MLAക്കെതിരെ വനിതാ നേതാക്കൾ തന്നെയാണ് പരാതി നൽകിയത്. പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. സ്ത്രീകളെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തെന്നാണ് പരാതി. കൂടുതൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. യുവതി ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. കോഴിക്കോട്. എരഞ്ഞിപ്പാലത്ത് യുവതിയെ ആൺ സുഹൃത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അത്തോളിത്തേരായി സ്വദേശിനിയായ ആയിഷ റഷയാണ് മരിച്ചത്. ബിഫാം വിദ്യാർത്ഥിനിയായ ആയിഷ റഷ 3 ദിവസം മുൻപാണ് മംഗലാപുരത്തു നിന്നും ബഷീറുദ്ദീന്റെ വീട്ടിലെത്തിയതെന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് ജിമ്മിൽ ട്രെയിനറാണ് ബഷീറുദ്ദീൻ. ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും മർദ്ദിച്ചതായും ആരോപണമുണ്ട്. കോടതി വിധിയിൽ രൂക്ഷ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടൺ. താരിഫുകൾ ഇല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും തകരുമെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ താരിഫ് ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് US കോടതി നേരത്തെ വിധിച്ചിരുന്നു. ഈ വിധിക്കെതിരെയാണ് ട്രംപിന്റെ പ്രതികരണം. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.